ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ചിന്തകൾ, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ അവരെന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, എന്താണ് നിങ്ങളുടെ പേഴ്സണിന്റെ ഒരു ചിന്തകൾ? അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഫീലിങ്സുകൾ എന്തൊക്കെയാണ് അവർക്ക് നിങ്ങളെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളെക്കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ട് ദേ ആർ തിങ്കിങ് അബൌട്ട് യു ആൻഡ് ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലൂടെ പോകുന്ന ആ ഒരു ചിന്തകൾ എന്തൊക്കെയാണ്? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കപ്സിന്റെ എനർജിയാണ്. ഏസ് ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾ തീർത്തും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കുറച്ച് ആളുകൾ അതൊരു ലെസ് കോണ്ടാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു എനർജീസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒന്നും പ്രതികരിക്കുന്നില്ല. അവര് വിളിക്കുന്നു, സംസാരിക്കുന്നു, വെച്ചിട്ട് പോകുന്നു, അങ്ങനെ. ഇനി ലെസ് കോണ്ടാക്റ്റിലൊക്കെ വരുന്നവർ, കമ്മ്യൂണിക്കേഷൻ ഉള്ളവർ അങ്ങനെയും. ഇനി കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ അവരെ ചേസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഒന്നും ചെയ്യാതെ വെരി സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. ആ ഒരു സൈലൻസ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒന്നും പ്രതികരിക്കാതിരിക്കുന്നത് എന്നത് അവരെ വളരെയധികം ഒരു ഭ്രാന്ത് പിടിപ്പിക്കുന്ന പോലത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ള എനർജിയാണ്. ഒരു ഓവറോൾ എനർജി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കുറച്ച് ക്ലാരിഫിക്കേഷൻ കൂടി നോക്കാം. അപ്പം ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്നത് തന്നെ, ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇവർ ജീവിക്കുന്നത് തന്നെ നിങ്ങളുടെ ഒരു സ്നേഹത്തിന് വേണ്ടിയാണ് എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. മാസ്റ്റർ കാർഡ് ഇട്ടിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. ഇതൊക്കെ ഇവിടെ സ്നേഹം കവിഞ്ഞിങ്ങനെ ഒഴുകുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പിന്നീട് ഇതുണ്ടോ, സോൾസിന്റെ എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വളരെയധികം ആഴത്തിലുള്ള ഒരു സ്നേഹം നിങ്ങളോടുണ്ട്, ഈ ഒരു സമയത്ത് നിങ്ങളോട് ഫീൽ ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇവർ ഈ ഒരു സമയത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു എനർജി. അപ്പം പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെന്ന വ്യക്തി ഈ ഒരു പേഴ്സണെ വളരെയധികം കെയർ ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് പല രീതിയിൽ ശ്രമിച്ചു. അവരുടെ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതൊക്കെ വേണ്ട വിധത്തിൽ സംസാരിക്കാനും ചെയ്തു കൊടുക്കാനും എല്ലാത്തിനും നിങ്ങൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു അമ്മയെ പോലെ, അച്ഛനെ പോലെ, ഫ്രണ്ടിനെ പോലെ എല്ലാം നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ കെയറിങ് കൊടുത്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളുടെ എനർജി കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ സോള്, നിങ്ങളൊരു നല്ല ബിഹേവിയർ, നല്ലൊരു ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തിയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹം, കെയറിങ് ഒക്കെ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ കിടന്ന് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി. അവരുടെ അപ്രീസിയേഷൻ, അവരുടെ ഒരു സ്നേഹം, അവരുടെ കെയറിങ് ഒക്കെ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വരെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഈ ഒരു പേഴ്സണാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇവർക്ക് അത്രയധികം ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊടുത്തിരുന്നു. പക്ഷെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം പോലെ, നിങ്ങൾ ഇവർക്ക് കൊടുത്ത ഒരു സ്നേഹം പോലെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കെയറിങ് ഒന്നും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ കാര്യങ്ങളും
ഈ ഒരു സൈഡിൽ നിന്ന് മാത്രം ഇങ്ങനെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി വരുന്നത്. അല്ലെങ്കിൽ അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇതെല്ലാം എനിക്ക് ചെയ്തു തരേണ്ട ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം, എന്നെ ഇങ്ങനെ കെയർ ചെയ്യണം, എനിക്കിങ്ങനെ സ്നേഹം തരണം, പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ നിങ്ങളോട് പെരുമാറുള്ളൂ. ആ ഒരു രീതിയിലുള്ള എനർജിയാണ് അത്. എല്ലാ കാര്യങ്ങളും തുടർന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, പക്ഷെ നിങ്ങളൊന്നും റിട്ടേൺ പ്രതീക്ഷിക്കരുത്. ആ ഒരു എനിക്ക് തോന്നുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിൽക്കത്തുള്ളൂ. ആ ഒരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ പേഴ്സണുള്ളത്. അപ്പം നിങ്ങളുടെ സോള് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സോളാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ക്ഷമിക്കാനും പിന്നീട് വീണ്ടും സഹകരിച്ചു പോകാനും ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ രീതിയിലും അവരുടെ അടുത്ത് നല്ല പോസിറ്റീവായിട്ട് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന സമയത്തെല്ലാം നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ തരുന്നത് അത്തരത്തിലുള്ള എനർജീസ് ആണ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിങ്ങൾ പോസിറ്റീവ് എനർജി കൊടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജികൾ തിരിച്ചു കിട്ടാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്തു, നിങ്ങൾ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. നിങ്ങൾ കൊടുക്കുന്ന എനർജി തന്നെ, എനർജി എക്സ്ചേഞ്ച് അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് നമുക്കിവിടെ കാണാം. അതായത് ചേസിങ് നിർത്തി നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങി, കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള എനർജീസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളെ പോലെ സ്പെഷ്യലായ ആരെയും ഈ വ്യക്തിക്ക് പിന്നീട് നിങ്ങളിൽ നിന്ന് പോയതിനു ശേഷം കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവർക്കതിന് കഴിയുന്നില്ല. അവർ ആ ഒരു സമയത്ത് ഓർത്തു, ഞാൻ വളരെ പ്രീഷ്യസ് ആയതുകൊണ്ട് എനിക്കും ഇതുപോലെയുള്ള ആളുകളെ, ഇഷ്ടംമാതിരി ആളുകളെ കിട്ടും, ഇനിയും നിങ്ങളെപ്പോലുള്ള വ്യക്തികൾ പുറത്തുണ്ട്, ഇവർ പോയാൽ മറ്റൊരാൾ എന്ന രീതിയിലാണ് അവർ കണ്ടിരുന്നത്. പക്ഷെ ഇവർ നിങ്ങളെ വിട്ടിട്ട് പോയതിനു ശേഷം പലയിടത്തും പല ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്തപ്പോൾ ഒന്നും അവർക്ക് അത്തരത്തിലുള്ള നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നോ കോണ്ടാക്ട് വന്നു നിങ്ങൾ, എന്നിട്ട് അത് നിങ്ങൾ കട്ട് ചെയ്ത് പോയി. നിങ്ങൾ ഇപ്പം എനർജി എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ സംസാരിക്കാതിരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ പോസിറ്റീവ് എനർജീസ് നിങ്ങളെ നഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ പോസിറ്റീവ് എനർജീസ് നിങ്ങളിൽ തന്നെ നിൽക്കുകയും അവരുടെ നെഗറ്റീവ് എനർജി നിങ്ങൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നെഗറ്റീവ് എനർജി അവരോട് സംസാരിക്കാത്തതും കാരണം ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് തരാനായിട്ട് പറ്റുന്നില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്ന് ചിലരൊക്കെ ഈ ഒരു ഫ്രസ്ട്രേഷന് വേണ്ടിയിട്ടൊക്കെ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി നമ്മളിലേക്ക് ഭയങ്കരമായിട്ട് ഓർച്ചറിങ്ങും അല്ലെങ്കിൽ അത് സംസാരത്തിലൂടെയൊക്കെ അവരത് പറഞ്ഞു തീർക്കും. പക്ഷെ ആ ഒരു എനർജി നെഗറ്റീവായിട്ട് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഭയങ്കര ഡിപ്രഷനിലും ഈ ഭയങ്കര ടെൻഷനിലും വിഷമത്തിലും ഒക്കെ ആയി പോകുന്ന സമയങ്ങൾ വരുന്നുണ്ട്. ആ അത്തരത്തിലുള്ള സമയങ്ങളെല്ലാം ഇപ്പോൾ ഒഴിവായി പോയിരിക്കുകയാണ് നിങ്ങളിൽ നിന്ന്. അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നോട്ട് കോണ്ടാക്റ്റിൽ ആയതുകൊണ്ട് തന്നെ അവർക്കൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റുന്നില്ല. നിങ്ങളിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ അവരെ വളരെയധികം ഒരു ചൊടിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ നിശബ്ദതയോടുകൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കുക. നിങ്ങൾ ലൈഫിൽ നേടണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജീസ്. അത് തന്നെയാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗൈഡൻസ് ആയിട്ടും വരുന്നത്. നിങ്ങൾ നിശബ്ദതയോടുകൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ അവർക്ക് കൊടുത്ത ഒരു സ്നേഹവും സപ്പോർട്ടും കെയറും എല്ലാം ഒരു 3 മടങ്ങായിട്ട് നിങ്ങളിലേക്ക് തിരികെ വരും എന്നൊരു എനർജീസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോകാനായിട്ടുണ്ടായ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കും അറിവുള്ളതായിരിക്കാം, നിങ്ങൾക്കും അറിയാമായിരിക്കാം ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ തീർത്തും ഒരു ചിലപ്പോൾ ഈ ഒരു സമയങ്ങളിലൊക്കെ നിങ്ങൾ തീർത്തും ഒരു നോ കോണ്ടാക്റ്റിൽ ആകണമെന്നില്ല. ജസ്റ്റ് ഹായ് ഹലോ എന്ന രീതിയിലൊക്കെ പോകുന്ന വ്യക്തികളും ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇങ്ങനെ നിങ്ങൾ തമ്മിൽ പല വിധത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ, ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പം അങ്ങനെ രീതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന ടൈമിൽ ആ ഒരു ടൈമിൽ ഒട്ടും നിങ്ങൾ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഒരു സപ്പോർട്ടും നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആ ഒരു കാരണം കൊണ്ട് മാത്രമല്ല, പല കാരണങ്ങളും ഉണ്ട് അതിൽ. പക്ഷേ ആ ഒരു സമയത്ത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നില്ല, ഒരു സപ്പോർട്ട് കൊടുത്തില്ല. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇവർ മൂവ് ഓൺ ചെയ്ത് പോയത് എന്നാണ് കാണുന്നത്. ചിലർ അത് വഴക്കൊക്കെ ഉണ്ടാക്കി ആ ഒരു കോൺഫ്ലിക്ട്സുകളും കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം പോയി എന്ന് കാണുന്നു. ചിലർ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ പതിയെ ഇറങ്ങിപ്പോയതായിട്ട് കാണുന്നു. എന്തായാലും ഇവർ ഇറങ്ങിപ്പോയി, കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്ക് വന്നതാണ്. പക്ഷെ സന്തോഷത്തോടെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോയതല്ല എന്ന് തന്നെയാണ് കാണുന്നത്. അവരുടെ ഒരു സിറ്റുവേഷൻ കൊണ്ട് അവർക്ക് പോകേണ്ടതായി വന്ന ഒരു എനർജീസാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കിട്ടുന്നത്.
അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയോടായിരുന്നു ഇവർക്ക് കൂടുതൽ ചായ്വെന്നും പറയേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ സാമ്പത്തികപരമായ രീതിയിൽ അവർ വളരെ ഉയർന്ന രീതിയിലായിരിക്കാം, നിങ്ങൾ കുറച്ച് ഡൗൺ ആയിരുന്നിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ ഫോഴ്സ്ഫുള്ളി അവർ പോകാനായിട്ട് തീരുമാനിച്ചതായിരിക്കാം. അവരുടെ കയ്യിൽ വലിയ സാമ്പത്തിക ഇല്ല. അപ്പോൾ ഈ തേർഡ് പാർട്ടിക്ക് ഉള്ളത് കൊണ്ട് ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലൊക്കെ നോക്കിയിട്ട് അവർ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചതുമാകാം. ഫോഴ്സ്ഫുള്ളി അവർക്ക് പോകേണ്ടതായിട്ട് വന്നതുമാകാം. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ നിന്നാലേ അവരുടെ ഫ്യൂച്ചർ നന്നാവുകയുള്ളൂ, അല്ലെങ്കിൽ സൊസൈറ്റിയൊക്കെ പേടിച്ചിട്ടൊക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിന്റെ എനർജീസ് നമുക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഉള്ളവരാണെങ്കിൽ അവരെ സൊസൈറ്റിയെ പേടിക്കണം, പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫാമിലി നഷ്ടപ്പെടും എന്നൊക്കെ രീതിയിലൊക്കെ അവർ പേടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് അവഗണിച്ച് പോയതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉള്ളതിൻ്റെ ഒരു യഥാർത്ഥ കാരണങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവർക്ക് ഒരു ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം നിൽക്കണമെന്ന് അവർ മനസ്സിലാക്കി അങ്ങോട്ടേക്ക് പോയി എന്നാണ് കാണുന്നത്. മറിച്ച് നിങ്ങളോടൊപ്പം അവർ നിന്നാൽ അവർക്ക് ചിലപ്പോൾ അവർക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നഷ്ടമായി പോകും എന്നൊരു അവസ്ഥ അവർക്കുണ്ടായിരുന്നു. അപ്പം അല്ലെങ്കിൽ അവരുടെ പേരും പ്രശസ്തിയും വരെ നഷ്ടമാകും എന്നെല്ലാം അവർ മനസ്സിലാക്കി തന്നെയാണ് അവർ നിങ്ങളിൽ നിന്ന് പോയത്. പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അവരിവിടെ ശരിക്കും നിങ്ങളെ മനഃപൂർവ്വം മറന്നു കളഞ്ഞ് ഉപേക്ഷിച്ച് പോയത് തന്നെയാണ്. എന്നാൽ ഇന്ന് അവർ ആഗ്രഹിച്ചതെല്ലാം അവർ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഒരു റിലേഷൻഷിപ്പ് ഇട്ടിട്ട് പോയത്, എന്ത് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ അതെല്ലാം അവർക്ക് കിട്ടിക്കഴിഞ്ഞു, നേടാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഈ ഒരു കറന്റ്ലി അവർക്ക് ഒട്ടും ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ ഇങ്ങനെ പറ്റിച്ചിട്ട് പോയി, അല്ലെങ്കിൽ നിങ്ങളെ തീർത്തും അവഗണിച്ചു പോയി എന്നുള്ളൊരു ചിന്തകളൊക്കെ അവർക്കുണ്ട്. അതിൻ്റെ നിങ്ങളുടെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് ഈ വ്യക്തിക്കും അറിയാം, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയാണ്, എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചതെന്ന് അവർ നന്നായിട്ട് മനസ്സിലാക്കുന്നു. അപ്പം അതൊക്കെ ഓർത്തിട്ട് അവർ റിഗ്രറ്റ് ചെയ്യുന്നു. മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ള തരത്തിലുള്ള എനർജീസാണ് നമുക്കിവിടെ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളെയും തേർഡ് പാർട്ടിയെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിരുന്നു ഈ ഒരു പേഴ്സൺ. അപ്പോൾ തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിലും ഇവരുമായിട്ട് റിലേഷൻഷിപ്പിൽ പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, എങ്കിലും അതൊരു സൈഡിൽ ബാലൻസ് ചെയ്ത് ഈ പേഴ്സൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി പ്രോമിസസും കാര്യങ്ങളൊക്കെ ഇവർ തന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കലും പോകില്ല, പല പല വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും അവർക്ക് നിറവേറ്റാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് കാണാം. അതിനെയൊക്കെ ഓർത്തിട്ട് അവർ ഒത്തിരിയധികം സങ്കടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. നല്ല റിലേഷൻഷിപ്പ് നല്ല രീതിയിലായിരുന്നപ്പോൾ ഇവർക്ക് പല തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കെയറിങ്ങും ഒക്കെ കിട്ടാത്തൊരവസ്ഥ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് ഇവരിൽ ഉണ്ടാകുകയും അങ്ങനെയാണ് നിങ്ങളിൽ നിന്ന് അങ്ങ് ജസ്റ്റ് പോകാനായിട്ട് ഇവർ തീരുമാനിച്ചു. ആ ഒരു സിറ്റുവേഷനിൽ അവർ വീർപ്പ് മുട്ടി, ആ ഒരു സിറ്റുവേഷനിലാണ് അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് ആളുകൾക്ക്, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു പേഴ്സൺ ജീവിക്കുന്നത് എന്നുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഈ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് മടുത്ത കുറച്ച് ആളുകളുണ്ട്. അപ്പം ഇവിടെ കുറച്ച് ആളുകൾ നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ കടന്നു വരുന്നതായിട്ടൊരു എനർജി കിട്ടുന്നുണ്ട്. ഒരു റീസ്റ്റാർട്ട്, ന്യൂ ബിഗിനിങ് കിട്ടുന്നുണ്ട്. ഇവിടെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അങ്ങനെയുള്ളൂ. ബാക്കിയുള്ള കുറേ ആളുകൾക്ക് നിങ്ങളിലേക്ക് പുതിയതായിട്ട് ഒരു ഓഫറുമായിട്ട് ഒരു വ്യക്തി വരുന്നു എന്നാണ് കാണുന്നത്. അപ്പം ആ ഒരു പേഴ്സന്റെ വരവോടുകൂടി നിങ്ങളുടെ ജീവിതം ശരിക്കും കളറാകും. അതോടൊപ്പം നല്ല ഒരു ഉയർച്ചയിലേക്ക് പോകും. ഒരു ന്യൂ ബിഗിനിങ്ങും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഈ ഒരു വ്യക്തിയുമായിട്ട്, ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയുമായിട്ട് ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുള്ളൂ. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാനിപ്പോൾ റീസ്റ്റാർട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞെങ്കിലും ഓരോരുത്തരുടെ സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്കാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾ അനുഭവിച്ച വേദനകൾ എന്താണ് എന്നൊക്കെ അറിയാവുള്ളൂ. അപ്പം അതനുസരിച്ച് ഡിസിഷൻസ് എടുക്കാനായിട്ട് നിൽക്കണം. അവർ വന്നു എന്ന് വിചാരിച്ച് ആ റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് പൂർണ്ണ മനസ്സ് അല്ലെങ്കിൽ നല്ല സന്തോഷം, സമാധാനം തരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ മാത്രം അത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിൽക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ അപ് ടു യു ആണ് അത്. ഓരോരുത്തരും എന്താണ് അവരനുഭവിച്ച ആ ഒരു വിഷമങ്ങൾ, സങ്കടങ്ങൾ, അതൊക്കെ ഓർത്തിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്.
ഇനി നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്താണ് ഈ പേഴ്സൻ്റെ കൂടെ നിന്നപ്പോൾ എന്തായിരുന്നു എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഇവരെ നിങ്ങൾ ഉപേക്ഷിച്ച് പോയ സമയത്ത് നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിൽക്കേണ്ടത്. അല്ലാതെ ഇവർ തിരിച്ചു വന്നു എന്ന് കരുതി വീണ്ടും ഇത് എനിക്കുള്ള റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ എൻ്റെ ആളാണ് എന്ന് പറഞ്ഞാൽ അത് കയറണം എന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു കറേജ് നിങ്ങൾ കാണിക്കണം എന്നുള്ളതാണ്. അപ്പം കുറച്ച് ആളുകൾക്ക് ഈ റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റു കൂടുതൽ ആളുകൾക്കും പുതിയ ഒരു ഓഫറുമായിട്ട് ഒരു വ്യക്തി വരുന്നു, വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു ഓഫറിലേക്ക് നിങ്ങൾ കിടക്കുന്നു, വളരെ കളറാകുന്നു ലൈഫ്, അത് തന്നെയാണ് കാണുന്നത്. അപ്പം അങ്ങനെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങോട്ട് ചെന്ന് മുൻകൈ എടുത്ത് അവരെ അപ്രോച്ച് ചെയ്യണമെന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വന്ന് ക്ഷമ പറഞ്ഞ് നിങ്ങളെ സ്വീകരിക്കാനോ ഒന്നും ഒരു ആഗ്രഹം ഇതുവരെ ഉള്ളതായിട്ടൊരു ഫീലിങ്സ് ഒന്നും നമുക്ക് എനർജി കിട്ടുന്നില്ല. പക്ഷെ നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ സ്നേഹമുള്ള ആളുകളും ഉണ്ടാകാം ഇതിനകത്ത്. അപ്പം നിങ്ങൾ അങ്ങോട്ട് ചെന്ന് അപ്രോച്ച് ചെയ്യണമെന്നാണ് കൂടുതൽ എനർജീസ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വന്നിട്ട് ക്ഷമ പറഞ്ഞ് ഇതിൽ കയറാനായിട്ട് യാതൊരു താല്പര്യവും ഉള്ളത്, അല്ലെങ്കിൽ അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല. എന്നിട്ട് അങ്ങനെ ഒരു അപ്രോച്ചൊക്കെ ഉണ്ടായി ഒരു റീസ്റ്റാർട്ട് വരികയാണെങ്കിൽ അതിനുശേഷം വളരെ സമാധാനപരമായി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നും ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്കിപ്പോൾ എല്ലാ ഭാഗങ്ങളും ഒന്നും കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, എക്സ്പ്ലനേഷൻ തരാനായിട്ട് പറ്റിയിട്ടില്ല. എങ്കിലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്നെക്കൊണ്ട് എനിക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഒത്തിരി സഫർ ചെയ്ത ആളുകളെ ഇതിനകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് സഫർ ചെയ്ത ആളുകളെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ വളരെ കെയറിങ് ആയിട്ട് നിന്നിട്ട് പെട്ടെന്ന് സൈലന്റ് ആയി ബ്രേക്കപ്പ് കൊടുത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആഘാതമൊക്കെ അനുഭവിച്ച് ഒത്തിരി വ്യക്തികളുടെ എനർജീസ് വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇനിയും അത് ഫേസ് ചെയ്യേണ്ടി വരുമോ എന്ന ഒരു കാര്യമൊക്കെ ചിന്തിച്ചിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും, ഒരു റീസ്റ്റാർട്ടിന് വേണ്ടിയിട്ട് അവർ മുൻകൈ എടുത്ത് വരും. കുറച്ച് ഒരു ഡിലേ ഉണ്ടാകും, കാരണം അവർ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് അവരൊരു മൗനമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവർ അവഗണിച്ചു പോയതിലൊക്കെ അവർക്ക് കുറ്റബോധമൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് തിരിച്ചു വരാനായിട്ട് അവർക്ക് ഇപ്പോൾ നിലവിൽ ഒരു ചിന്തയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസ് ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ചാരിറ്റി എന്നുള്ള ക്ലൂ ആണ് കിട്ടിയിട്ടുള്ളത്. കണ്ണൂർ ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റെയിൻബോ സയൻസ് ഒക്കെ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാകാം. ഒരു ന്യൂ സ്റ്റാർട്ടാണ് കാണിക്കുന്നത്. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കും. പേഷ്യൻസ്, വളരെ ക്ഷമയുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. കെയറിങ്. ഓക്കെ, 1981 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്, ഇയർ കിട്ടുന്നുണ്ട്. നമ്പർ 36 കിട്ടുന്നുണ്ട്. ട്രൂ ലവ്. ഓക്കെ, പർപ്പിൾ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. ആക്ടിങ് ഫീൽഡിൽ നിന്നുള്ള ആളുകളായിരിക്കും. ലൈക്സ് ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 44, നമ്പർ 54, ചെസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. 11 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. ഈഗോ ഉള്ള പേഴ്സൺ ആണ് നമുക്ക് റീഡിങ് കണ്ടു. ബ്യൂട്ടിഫുൾ ഐസ്. ഓക്കെ, നിങ്ങളുടെ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം. മ്യൂസിക്കുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ബന്ധമുണ്ടായിരിക്കാം. ഫിസിക്കൽ ഫിറ്റ്നസ്. ഓക്കെ, കോട്ടയം ജില്ല. ലെറ്റർ O. നമ്പർ 30, ടെക് പരമായ ജോലികൾ ചെയ്യുന്ന ആളുകളായിരിക്കാം. നമ്പർ 51, നമ്പർ 22, ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് താല്പര്യമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഗെയിമിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. ദിസ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ H നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1976 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. സിംഗിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 37 കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് 1998 എന്ന് പറയുന്നൊരു വർഷമാണ്.
അപ്പോൾ ഇത്തരം ക്ലൂസാണ് ഈ ഒരു റീഡിങ്ങുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.